BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഹരിയാനയിൽ വോട്ട് കൊള്ള നടന്നു. 25 ലക്ഷം വോട്ടുകൾ കവർന്നു. തെളിവുകളുണ്ട് രാഹുൽ ഗാന്ധി. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊള്ള ആരോപിച്ച് രാഹുൽ ഗാന്ധി ഫയൽ എന്ന പേരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ. എല്ലാ എക്സിറ്റ് പോളുകളിലും കോൺഗ്രസ് വിജയിക്കും എന്നായിരുന്നു പ്രവചിച്ചിരുന്നത്. എന്നാൽ ഹരിയാനയുടെ ചരിത്രത്തിൽ ആദ്യമായി പോസ്റ്റൽ വോട്ടുകൾക്ക് വിരുദ്ധമായി ബാലറ്റ് വോട്ടുകൾ എത്തിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 22,779 വോട്ടുകൾക്കാണ് കോൺഗ്രസിന് ഹരിയാന നഷ്ടപ്പെട്ടത്. നയാബ് സിംഗ് സൈനി ഫലം വരുന്നതിന് 2 ദിവസം മുൻപ് BJP സർക്കാർ ഉണ്ടാക്കും എന്നും BJPയുടെ കയ്യിൽ എല്ലാ സംവിധാനവും ഉണ്ടെന്നും പറഞ്ഞു. ഹരിയാനയിൽ 25 ലക്ഷം വോട്ടുകൾ കവർന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഒരേ യുവതി 22 തവണ ഹരിയാനയിൽ വോട്ട് ചെയ്തു. ശ്വേത, സ്വീറ്റി തുടങ്ങിയ പല പേരുകളിലാണ് വോട്ട് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ BJPയിൽ പൊട്ടിത്തെറി. നേമം ഏരിയ പ്രസിഡന്റ് രാജിവച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നേമത്ത് BJPയിൽ തർക്കം. ഏരിയ പ്രസിഡന്റ് രാജിവച്ചു. കഴിഞ്ഞ തവണ പൊന്നുമംഗലം വാർഡിൽ നിന്നും വിജയിച്ച MR ഗോപനെ ഇത്തവണ നേമത്ത് പരിഗണിച്ചേക്കുമെന്ന സൂചനകൾക്കിടെയാണ് രാജി. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നേമം വാർഡിലുള്ള ഒരാൾ തന്നെ മത്സരിക്കണമെന്ന പ്രവർത്തകരുടെ ആവശ്യം അറിയിച്ചിട്ടും യാതൊരുവിധ അറിയിപ്പും കിട്ടിയിട്ടില്ലെന്ന് ജയകുമാർ BJP നേമം മണ്ഡലം പ്രസിഡന്റ് രാജേഷിനും BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. നേമം വാർഡിലെ ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും കാണിച്ച ചതി ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല. തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എത്ര മുതിർന്ന നേതാവിനെയും ഒറ്റിക്കൊടുക്കുവാനും തോൽപ്പിക്കുവാനും മനസ്സുള്ള ഒരാളെ നേമം വാർഡിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി അയാളുടെ മുൻപിൽ മുട്ടുമടക്കിയ പ്രസ്ഥാനത്തിൽ ഇനി പ്രവർത്തിക്കുകയാണെങ്കിൽ ആദർശം ബലി കഴിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് BJP നേമം ഏരിയ പ്രസിഡന്റ് എന്ന പദവി രാജിവെക്കുന്നുവെന്നും ജയകുമാർ കത്തിൽ പറയുന്നു. 2020 നഗരസഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരു ആവശ്യവുമില്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുകയും നേമത്ത് പാർട്ടിയൊന്നുമില്ല, തന്റെ കഴിവുകൊണ്ടാണ് വിജയിച്ചത് എന്ന് വാദിക്കുകയും ഇപ്പോഴത്തെ കൌൺസിലറായ ദീപികയ്ക്ക് സീറ്റ് കൊടുക്കുവാൻ പാടില്ലെന്ന് വാദിച്ച് വാർഡിൽ അരാജകത്വം സൃഷ്ടിക്കുവാനും നോക്കി. ആര് നിന്നാലും തോൽക്കും, വലിയ മത്സരത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുകയും ദീപിക മത്സരിച്ചപ്പോൾ തോൽപ്പിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ടും ദീപിക വിജയിച്ചുവെന്നും രാജിക്കത്തിൽ ജയകുമാർ വിമർശിച്ചു. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം മാതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണൂർ കുറുമാത്തൂരിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മാതാവ് മുബഷിറയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മുബഷിറയെ തളപ്പറമ്പ് ഡിവൈഎസ്പി വീണ്ടും ചോദ്യം ചെയ്യുന്നു. കൊലപാതക കാരണം വ്യക്തമല്ലെന്ന് പോലീസ്. അബദ്ധത്തിൽ കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴുതി കുഞ്ഞ് കിണറ്റിലേക്ക് വീണുപോയതാണെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അമ്മ നൽകിയ മൊഴി. പിന്നീട് കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു. മുബഷിറയെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിലാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഒടുവിൽ മുബഷിറ തന്നെ കിണറ്റിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞതാണെന്ന് സമ്മതിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ച ശേഷമാണ് മുബഷിറയുടെ അറസ്റ്റ് തളിപ്പറമ്പ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. മുബഷിറയെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതക കാരണം സംബന്ധിച്ച് വ്യക്തത വരൂ. കഴിഞ്ഞ ദിവസമാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയത്. കിണറിനോട് ചേർന്ന് കുളിമുറിയിൽ വെച്ച് കുളിപ്പിക്കുന്നതിനിടെ തന്റെ കയ്യിൽ നിന്നും കുഞ്ഞ് വഴുതി കിണറ്റിൽ വീണു എന്നായിരുന്നു മുബഷിറയുടെ മൊഴി. മഹിളാ കോൺഗ്രസ് യാത്രയുമായി ചെന്നപ്പോൾ ജനങ്ങളുടെ മനസ്സ് വായിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമുണ്ടാകും. ജെബി മേത്തർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗമുണ്ടാകുമെന്ന് ജെബി മേത്തർ MP. മഹിളാ കോൺഗ്രസ് യാത്രയുമായി കടന്നു ചെന്നപ്പോൾ ജനങ്ങളുടെ മനസ്സ് വായിച്ചതാണ്. മഹിളാ കോൺഗ്രസ് സജ്ജമാണ്. LDF ദുർഭരണത്തിൽ ജനങ്ങളുടെ മനസ്സ് മടുത്തു. ജനങ്ങൾക്ക് മനസ്സമാധാനമായി ജീവിക്കുവാൻ കഴിയുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടുന്നു. ട്രെയിനിൽ പോലും അതിക്രമം. മദ്യം കേരളത്തിൽ ഒഴുകുന്നു. അതും ആക്രമണത്തിന് പിന്നിലുണ്ട്. കേരളത്തിലെ അമ്മമാരെ അലട്ടുന്ന പ്രശ്നം ലഹരി കൂടിയാണ്. LDF ഭരിക്കുന്ന കേരളത്തിൽ നാർക്കോട്ടിക്സ് ഗ്ലോറിഫൈഡ് ബിസിനസ്സാണെന്നും അവർ വിമർശിച്ചു. സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ. മുഖ്യമന്ത്രി പെട്ടെന്നൊരു പ്രഖ്യാപനം നടത്തുന്നു. ഇന്നലെയാണോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്? തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത സമയത്ത് നടത്തിയ പ്രഖ്യാപനം ജനങ്ങൾ മനസ്സിലാക്കും. 1000 രൂപ നൽകുന്നത് സ്വാഗതാർഹമാണ്. പക്ഷേ ഇവിടെ 1000 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയുമോ? 1000 രൂപയുടെ പുറത്ത് LDFിലേക്ക് എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും ജെബി മേത്തർ വ്യക്തമാക്കി. UPയിൽ റെയിൽവേ പാളം മുറിച്ച് കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ച് 3 പേർക്ക് ദാരുണാന്ത്യം. ഉത്തർപ്രദേശിൽ ട്രെയിൻ ഇടിച്ച് 3 മരണം. മിർസാപൂരിലെ ചുന റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം.
റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെയാണ് യാത്രക്കാരെ ട്രെയിൻ ഇടിച്ചത്. രാവിലെയാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. ചോപ്പൻ പ്രയാഗ്രാജ് എക്സ്പ്രസിൽ വന്നിറങ്ങിയ യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ ട്രെയിൻ ഇറങ്ങി പാളം മുറിച്ച് കടക്കുന്നതിനിടെ നേതാജി എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അപകടത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുശോചനം രേഖപ്പെടുത്തി. ഉടൻ സ്ഥലത്തെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുവാൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. SDRF, NDRF ടീമുകൾ സ്ഥലത്തെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുവാൻ മുഖ്യമന്ത്രി യോഗി നിർദ്ദേശിച്ചു. പരിക്കേറ്റവർക്ക് ശരിയായ ചികിത്സ നൽകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സൌദിയിൽ ഇന്ത്യക്കാരനെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. സൌദിയിൽ ഇന്ത്യക്കാരനെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. 2 എത്യോപ്യൻ പൌരന്മാരെയാണ് ജിദ്ദ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഝാർഖണ്ഡ് സ്വദേശിയായ വിജയ് കുമാർ മഹാത്തു ആണ് കൊല്ലപ്പെട്ടത്. സൌദിയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും പോലീസ് അറിയിച്ചു. ഒക്ടോബർ 16 ജിദ്ദയിൽ വെച്ചാണ് ഝാർഖണ്ഡിലെ ഗിരിദ് ജില്ലയിൽ നിന്നുള്ള വിജയ് കുമാർ മഹോത്തോയ്ക്ക് വെടിയേൽക്കുന്നത്. ചികിത്സയിലിരിക്കെ ഒക്ടോബർ 24 ആശുപത്രിയിൽ മരിച്ചു. ടവർ ലൈൻ ഫിറ്ററായി ജോലി ചെയ്യുകയായിരുന്ന വിജയകുമാറിന് 27 വയസ്സായിരുന്നു പ്രായം. ലഹരി വസ്തുക്കൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് റിപ്പോർട്ട്. ജിദ്ദയിലെ ഒറ്റപ്പെട്ട മലമ്പ്രദേശത്ത് വെച്ചായിരുന്നു ഇടപാട് നടന്നതും വെടിവയ്പ് നടന്നതും. ജിദ്ദയിലെ ക്രിമിനൽ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കൊലപാതകം, കള്ളക്കടത്ത്, മയക്കുമരുന്ന് വ്യാപാരം, അനധികൃതമായി സൌദിയിൽ താമസിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ മൃതദേഹം നാട്ടിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് അമിത സ്വാതന്ത്ര്യം, വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് ഹൈക്കോടതി. സ്പോൺസറായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഇത്രയും സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള സംശയങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിലുള്ളത്. നിലവിലെ ദേവസ്വം ബോർഡിന് വീഴ്ചകളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ആകില്ലെന്നാണ് റിപ്പോർട്ടിലുള്ള സൂചന. ദേവസ്വം ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് അമിത സ്വാതന്ത്ര്യം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സന്നിധാനത്തെത്തി വാതിൽപ്പാളിയുടെ പകർപ്പെടുക്കുവാൻ അനുമതി നൽകിയത് നിയമവിരുദ്ധമെന്ന് കോടതി വ്യക്തമാക്കി. മോഷണം പോയ സ്വർണത്തിന്റെ അളവ് കണ്ടെത്തുവാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്ന SITയുടെ ആവശ്യത്തിന് കോടതി അനുമതി നൽകി. ദേവസ്വം മിനിറ്റ്സിൽ ക്രമക്കേടെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. 2025 സ്വർണ്ണപ്പാളി കൊടുത്തുവിടുവാനുള്ള തീരുമാനം രേഖപ്പെടുത്തിയിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് പരിശോധിക്കുവാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം അനുമതി തേടി. ദേവസ്വം മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്ത് കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കിയിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തിരുന്നത്. സ്വർണം പൂശുവാൻ പോറ്റിക്ക് നൽകിയത് ഗുരുതര വീഴ്ചയുണ്ടായതെന്നാണ് 2ാം ഇടക്കാല റിപ്പോർട്ടിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ദേവസ്വം ബോർഡിനെതിരെ അഴിമതി നിരോധന നിയമം നിലനിൽക്കുമോ എന്ന് പരിശോധിക്കുവാൻ SITക്ക് നിർദ്ദേശം നൽകി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.